ഒന്ന് ദിനവൃത്താന്തം അധ്യായം 16 സ്തോത്രഗീതം 37 മുതൽ 43 വരെ വാക്യങ്ങൾ. കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുൻപാകെ ദിനംതോറുമുള്ള ശുശ്രൂഷ യഥാവിധി നടത്താൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് നിയോഗിച്ചു. അവരോട് കൂടെ ഓബദ് ഏദോമും 68 സഹോദരന്മാരും ഉണ്ടായിരുന്നു. യെദുഥൂനിൻ്റെ മകൻ ഓബദ് ഏദോം, ഹോസ എന്നിവർ ദ്വാരപാലകന്മാരായിരുന്നു. പുരോഹിതന്മാരായ സാദോക്കും സഹോദരന്മാരും ഗിബയോനിലെ ആരാധനാ സ്ഥലത്ത് കർത്താവിൻ്റെ കൂടാരത്തിനു മുൻപിൽ ശുശ്രൂഷ ചെയ്തു. ഇസ്രായേലിന് കർത്താവ് നൽകിയതും നിയമഗ്രന്ഥങ്ങളിൽ എഴുതിയിരുന്നതുമായ കൽപ്പനകൾ അനുസരിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും മുടങ്ങാതെ ബലിപീഠത്തിന്മേൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിച്ചു. അവരോടുകൂടെ ഹേമാൻ, യെദുഥൂൻ എന്നിവരും കർത്താവിൻ്റെ അനന്തകാരുണ്യം പ്രകീർത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയുക്തരായി. ഹേമാനും യെദുഥൂനും ആണ് ആരാധനഗീതത്തിന് കാഹളവും കൈത്താളവും മറ്റു വാദ്യോപകരണങ്ങളും വാദനം ചെയ്തത്. യെദുഥൂൻ്റെ പുത്രന്മാരെ വാതിൽ കാവൽക്കാരായി നിയോഗിച്ചു. പിന്നീട് ജനം വീടുകളിലേക്ക് മടങ്ങി ദാവീദ് തൻ്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോയി.